പത്തനംതിട്ട സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശ് മുംബൈയിൽ പോയിട്ടുള്ള ഡീല് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് ഇവിടെ അബി ജലജയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജലജ പറയാണ് കേട്ടോ, അയ്യോ ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ രണ്ടുപേരും ഇവിടുത്തെ വേലക്കാരന്മാരെ പോലെയായിരുന്നു. നമ്മളെക്കൊണ്ട് എല്ലാ പണികളും ചെയ്യിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ പൂജയും മന്ത്രവും മറ്റേതും മറിച്ചതൊക്കെ ആയിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇവ പോയി കഴിഞ്ഞാൽ തോറ്റ് തുന്നം പാടിയിട്ടേ വരുള്ളൂ എന്നുള്ളത്. അപ്പം അബി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയാണ്, ശരിയാ എന്നെ മാറാല വരെ ക്ലീൻ ചെയ്യിപ്പിച്ചു, അടുക്കളപ്പണി വരെ ചെയ്യിപ്പിച്ചു എന്നൊക്കെ അബിയും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു സന്തോഷ വാർത്ത ആദ്യം കേൾക്കുമ്പോൾ ജലജയ്ക്ക് ഇത്തിരി വിശ്വാസക്കുറവുണ്ടായിരുന്നു. എന്നാലും ഇവരുടെ മാർക്കറ്റ് നന്നായിട്ട് ഇടിഞ്ഞത് കാണുമ്പോൾ ജലജയ്ക്ക് മനസ്സിലാവും മൂർത്തീസ് ജ്വല്ലറിയുടെ ഒരു തുടക്കം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഡീല് നഷ്ടപ്പെട്ടത് എന്നുള്ളത് ഏകദേശം മനസ്സിലായിട്ട് ആശ്വസിച്ച് നിൽക്കുകയാണ് കേട്ടോ രണ്ടുപേരും. അത് കഴിഞ്ഞിട്ട് ജലജ പറയാണ്, എന്തൊക്കെ സന്തോഷം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, എൻ്റെ അനിയത്തി ഇപ്പം ഇവരുടെ കൂടെയാണല്ലോ. അപ്പം അബി പറയാണ്, അതൊന്നും സാരമില്ല അമ്മേ, അവരുടെ പിന്നാലൊക്കെ നടന്നോട്ടെ, അതൊന്നും കുഴപ്പമില്ല, അവളുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവളുടെ കല്യാണമൊക്കെ നല്ല ഗംഭീരമായിട്ട് നടത്തി കൊടുക്കും. അതും അല്ലാണ്ട് അവളിപ്പോൾ ഇവിടെ ജീവിക്കേണ്ട ആളൊന്നുമല്ലല്ലോ, കല്യാണം കഴിഞ്ഞ് വേറെ വല്ല വീട്ടിൽ പോകേണ്ടതല്ലേ, അമ്മ അതിനെക്കുറിച്ചിട്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പറയുന്നുണ്ട്, അതായത് ഈ ഒരു മൂർത്തി സാറിനൊരു പ്രശ്നമുണ്ട്, ഈ ബിസിനസ്സും അതുപോലെ തന്നെ കുടുംബം തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാറില്ല. അപ്പോൾ ഇനി എങ്ങാനും പറയുകയാണ്, അതായത് ഇനി ആദർശ് വരുമ്പോൾ എന്തായാലും ആദർശിനെ ചിലപ്പം ഈ ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കും എന്നുള്ള സംസാരമൊക്കെയാണ് കേട്ടോ ഇവർ സംസാരിക്കുന്നത്. അയാൾ ഈ ജ്വല്ലറിയും അതുപോലെ തന്നെ ഇവരുടെ കുടുംബം തമ്മിൽ അങ്ങനെ കൂട്ടിക്കുഴയ്ക്കാറില്ല സാധാരണ. അപ്പോൾ അവർക്ക് ഭയങ്കര സംശയം, ഇനി ആദർശിനെ പുറത്താക്കുമോ എന്നുള്ള സംശയത്തിലൊക്കെയാണ് ഇവർ രണ്ടുപേരും നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജലജ നേരെ വരുന്നത് നവ്യയുടെ അടുത്തേക്കാണ് കേട്ടോ. നവ്യനെ ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇത് കേട്ടപാടെ നമ്മുടെ നവ്യക്ക് എന്തൊരു സന്തോഷമാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്നിട്ട് പറയണ, അല്ലെങ്കിലും ഈ ആദർശിൻ്റെ സ്വഭാവം കാരണമാണ് അയാൾ എവിടെ പോയാലും ഇതുപോലെ തോറ്റ് തുന്നം പാടി വരുന്നത്. കുറച്ചൊക്കെ മനസ്സ് നന്നാവണം, അല്ലെങ്കിൽ ഇതുപോലെ തോറ്റ് തുന്നം പാടിയിട്ടൊക്കെ വരും. അയാൾ ജയിക്കാൻ ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടലായിരുന്നു, വ്രതം എടുക്കുന്നു, പൂജ ചെയ്യുന്നു, മുത്തശ്ശനാണെങ്കിൽ ബോംബെയിൽ ആൾക്കാരെ ഏൽപ്പിക്കുന്നു ജയിക്കാൻ വേണ്ടിയിട്ട്, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു. എന്തായാലും നന്നായി, ഞാനൊന്ന് നയനേനെ ചൊറിഞ്ഞിട്ട് വരാം. അവരാരെങ്കിലും അറിഞ്ഞോ ഈ ഒരു വിവരം? ഇല്ല മോളെ, തൽക്കാലം നമ്മളായിട്ട് ആരോടും പറയണ്ട. എന്നാൽ നയനെ പോയിട്ടൊന്ന് ഞാൻ ചൊറിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടുന്ന് പോവുകയാണ് കേട്ടോ. നയനയും ദേവയാനിയും കൂടിയിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്, എന്തായി ആദർശിൻ്റെ കേസ് എന്നറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇപ്പോൾ ജയിച്ച് വരുമെന്ന് വിചാരിച്ചിട്ട് മറ്റേ പകൽക്കിനാവും കണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ട് രണ്ടെണ്ണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആണ് വരുന്നത്. എന്തായി, എന്തെങ്കിലും അറിഞ്ഞോ, ആദർശേട്ടൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല. എന്തായാലും മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെയായിരിക്കും ഈ ഡീല് കിട്ടുന്നുണ്ടാവുക. കാരണം മുത്തശ്ശൻ ഓൾറെഡി അവിടെ കുറേ ആൾക്കാരോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. അതും അല്ലാണ്ട് ഇവിടെ പൂജയും വ്രതവും കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടായിരുന്നത്. അപ്പം നിനക്കെന്തായാലും ഈ മൂർത്തീസ് ജ്വല്ലറി ജയിക്കണം എന്നുള്ള ഇതൊന്നും നിനക്കില്ലല്ലോ എന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതും അല്ലാണ്ട് നീ ഇപ്പോൾ മറ്റേ AM's ജ്വല്ലറിയുടെ ആളല്ലേ, അവരുടെ മോഡലായിട്ടൊക്കെ നിന്ന ആളല്ലേ, അപ്പം നിനക്കാണെങ്കിൽ അവർ ജയിക്കണം എന്ന് തന്നെയാണ് അല്ലേ ആഗ്രഹം, നീ അങ്ങനെയൊക്കെയാണല്ലോ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. അതിനിപ്പോൾ ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും അതിലൊന്നും ഒരു ഫലം കാണുമെന്ന് തോന്നുന്നില്ലേ, കാരണം അതിനേക്കാട്ടിലും കൂടുതൽ നിങ്ങൾ പ്രാർത്ഥിക്കലും ഈ മുത്തശ്ശൻ ഓരോ ആൾക്കാരെ അവിടെ ഏൽപ്പിക്കലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ടും ഇനി ആദർശേട്ടൻ തോറ്റു വരിക എന്നുണ്ടെങ്കിൽ എന്തായാലും അയാളുടെ സ്വഭാവ ഗുണം കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഒന്ന് പുച്ഛിച്ചിട്ട് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും കാണിക്കുന്നത് ജലജയെ തന്നെയാണ് കേട്ടോ. ജലജയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, ആദർശ തോറ്റതിൻ്റെ സന്തോഷത്തിൽ മതിമറന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഇത്രയും കഷ്ടപ്പാടൊക്കെ ഉണ്ടായാലും ഏറ്റവും നല്ല സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ജലജയെ തേടിയെത്തിയത്. അപ്പോൾ ഇതിങ്ങനെ മനസ്സിലൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കനക വരുന്നത്. എന്നിട്ട് കനക പറയാണ്, ഞാനിന്ന് ഇവിടെ നിന്ന് പോകും, പിന്നെ നീയും നിൻ്റെ മകനും കൂടിയിട്ട് ഇവിടെ നിന്ന് വേറെ വല്ല വേലത്തരങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും എന്നൊക്കെ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് ഈ പറയണത്. എൻ്റെ മോളേനെ നിനക്കറിയാലോ, അവൾ വീണ്ടും എൻ്റെ മകനെ പൊക്കിക്കൊണ്ട് പോവും എന്നൊക്കെ അങ്ങനെ ഒരു ഇതിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കനക ജലജയുടെ അടുത്ത്. ഇത് കൂടാതെ കനക പറയാണ്, നീ നിൻ്റെ മകനെ ഇങ്ങനെ വളർത്തിയോണ്ടാണ് അവൻ വല്ലാണ്ട് വഷളായി പോയത്. ഒരു വൃത്തിയായിട്ട് നീ ഒരു നല്ല ഒരു അമ്മയായിരുന്നെങ്കിൽ നിൻ്റെ മകൻ ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു എന്നൊക്കെ വീണ്ടും ഇങ്ങനെ ചീത്ത പറയാണ്.
അപ്പം തിരിച്ച് ജലജയും പറയുന്നുണ്ട്, ഓ പിന്നെ നിങ്ങളുടെ മകളുടെ സ്വഭാവം പിന്നെ പത്തര മാറ്റാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മകൾ ഈ വീട്ടിലേക്ക് എങ്ങനെ കയറി വന്നതെന്നുള്ളത് എനിക്കും അറിയാം, നിനക്കും അറിയാം, ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ചീത്ത പറയാണ്. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയാണ് കേട്ടോ. മുത്തശ്ശനാണെങ്കിൽ ആകെ സങ്കടമായിട്ട് ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. അതായത് ന്യൂസിലൊക്കെ പറയുന്നുണ്ട് AM ജ്വല്ലറിക്കാണ് ഈ ഒരു ഡീല് കിട്ടിയത്. അതുകൊണ്ട് തന്നെ AM ജ്വല്ലറിയുടെ ഓഹരി ഒറ്റയടിക്ക് 10% കൂടി. അതുപോലെ പാരമ്പര്യമായിട്ട് മുന്നിൽ നിന്നിരുന്ന മൂർത്തീസ് ജ്വല്ലറി ആകെ ഇടിഞ്ഞ് താഴേക്ക് വന്നു, അവരുടെ ഓഹരി വിലയും ആകെ താഴേക്ക് വന്നു എന്നൊക്കെ ഇങ്ങനെ ന്യൂസ് കേൾക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് മുത്തശ്ശി വരുന്നത്. മുത്തശ്ശി വരുമ്പോൾ വേഗം ആൾ ആ ന്യൂസൊക്കെ മാറ്റി വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ഇങ്ങനെ മുഖം വല്ലാണ്ടിരിക്കണേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ പറയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ലാണ്ട് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കില്ലല്ലോ, കാര്യം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും മുത്തശ്ശിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് എന്തായാലും മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ നന്ദു അനീനെ വിളിക്കുകയാണ് കേട്ടോ. എന്തായി കാര്യങ്ങൾ, നീ എന്തെങ്കിലും അറിഞ്ഞോ, എന്തായി ആദർശേട്ടൻ്റെ കാര്യം, ഡീല് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇവളെ വിളിക്കുകയാണ്, നന്ദു വിളിക്കുകയാണ്. അപ്പം അനി പറയാണ്, ഇല്ലടി അത് പോയി, ആ ഡീല് നമുക്ക് കിട്ടിയില്ല. അയ്യോ, അപ്പം ആകെ ഷോക്കായി നന്ദുവിന്. അതെന്താ, ആദർശേട്ടന് എന്തായാലും കിട്ടേണ്ടതായിരുന്നല്ലോ, എന്ത് പറ്റി അറിയില്ല. നമ്മളേനെ ഇങ്ങനെ ചതിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആരോ കളിക്കുന്നുണ്ട്. മിക്കവാറും അത് AM ജ്വല്ലറി തന്നെയാണ്. പക്ഷെ അത് എന്തിനാണ് നമ്മളിങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന പോലെയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരാളുണ്ട് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും അനി ഭയങ്കര സങ്കടത്തിലാണ്. എന്നിട്ട് പറയാണ്, എനിക്കാണെങ്കിൽ വീട്ടിൽ ഇപ്പോൾ ആരെയും ഫേസ് ചെയ്യാൻ വയ്യ, അതുകൊണ്ട് എനിക്ക് 2 ദിവസം ഞാനൊരു ബിസിനസ് ടൂറിന് പോവുകയാണെന്ന് പറയണം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, നീ പോണതിന് മുന്നേ നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ, കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ കോൾ കട്ട് ചെയ്യാണ് കേട്ടോ. എന്തായാലും വീട്ടിലെത്തി. എന്നിട്ട് അപ്പം തന്നെ ഗോവിന്ദൻ ചോദിക്കുന്നത്, എന്താ ഈ കാര്യങ്ങൾ, ആദർശിൻ്റെ വല്ല കാര്യം അറിഞ്ഞോ എന്ന് തന്നെയാണ് ഗോവിന്ദനും ചോദിക്കുന്നത്. എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിഞ്ഞില്ല, ഞാൻ അതിന് മുന്നേ തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി. എന്തായാലും പോയ കാര്യം നടന്നില്ലെങ്കിലും നമ്മുടെ അബീനെയും അതുപോലെ അവൻ്റെ അമ്മേനെയും ഞാൻ വറുത്ത് പൊരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവർക്കുള്ളത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അവർ അവിടെ നിന്ന് ഇറങ്ങി പോണതാണ് നല്ലത്. കാരണം ഒരു പട്ടിയുടെ വില പോലും അവർക്ക് അവിടെ ഇല്ല. പിന്നെ ചോദിക്കുന്നത് നവ്യയുടെ കാര്യമാണ്. അപ്പോൾ നവ്യ അവൾക്കാണെങ്കിൽ ഇപ്പം മൂർത്തീസ് ജ്വല്ലറിനെ ആ വീടൊക്കെ ഫുള്ള് ശത്രുക്കളായിട്ടാണ് അവൾ കാണുന്നത്. അവളാണെങ്കിൽ AM ജ്വല്ലറിയുടെ മറ്റേ മോഡലായിട്ട് പോയതും അതൊക്കെ അതുകൊണ്ട് തന്നെയാണല്ലോ. അവൾക്കാണെങ്കിൽ അവിടെയുള്ള എല്ലാവരെയും ശത്രു മനോഭാവത്തിലാണ് നിൽക്കുന്നത്. ഗോവിന്ദൻ പറയണം, അവൾക്കാണെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെയും അമ്മായിയമ്മയുടെയും ഒന്നും തനി സ്വരൂപം അറിയാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കനക പറയാണ്, നന്ദുമോൻ ഇങ്ങനെ അവിടെ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നീ ഒന്നും വന്ന് കണ്ടില്ലല്ലോ എന്നൊക്കെ ഞാൻ അവളോട് ചോദിച്ചു. അതിനവൾ എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു, എന്നെ കടിച്ച് കീറിയില്ല എന്ന് മാത്രം. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് 2 കൊടുത്താലോ എന്ന് വരെ തോന്നി. പക്ഷേ എന്താ ചെയ്യുക, കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അവിടുത്തെ വിശേഷങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നന്ദു അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. കനക ചോദിക്കുകയാണ് കേട്ടോ നന്ദുവിൻ്റെ അടുത്ത്, എന്താ മോളെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും വയ്യായ ഉണ്ടോ? അപ്പം അമ്മ എപ്പോഴാണ് വന്ന്, അമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാനൊന്നും അറിഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. എന്തായാലും ആദർശേട്ടന് ആ ഡീല് നഷ്ടപ്പെട്ടു അമ്മേ. അയ്യോ, അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിഷമമായി. അവരേനെ അവിടെ നിന്ന് കൂടെ നിന്നിട്ട് ആരോ ചതിക്കുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് തോന്നണത് ഇതിൽ ആ അബിയുടെ കൈയുണ്ടെന്നാണ്. അങ്ങനെ എന്തെങ്കിലും തെളിഞ്ഞു കഴിഞ്ഞാൽ അവനെ ഞാൻ ഇടിച്ച് കൂമ്പ് വാട്ടും. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണെന്നൊന്നും ഞാൻ നോക്കില്ല, അവൻ എന്തായാലും എന്നെ അടിച്ച് പന്നിക്കിടും. അപ്പം കനക പറയാണ്, അവിറ്റങ്ങൾ 2 അവിടെ ആ കുടുംബം നശിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഏത് സമയം നോക്കിയാലും. അവർ രണ്ടുപേരെയും അവിടെ നിന്ന് അടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ തന്നെ അവരുടെ വീട്ടിലത്തെ പകുതി പ്രശ്നങ്ങളും സോൾവ് ആവും എന്നൊക്കെയാണ് കേട്ടോ കനകയും പറയണത്. എന്തായാലും എല്ലാവർക്കും ഭയങ്കര വിഷമത്തിലാണ്. ഈ ഒരു ന്യൂസ് കേട്ടതിന് ശേഷം എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. പിന്നീട് കാണിക്കുന്നത് ദേവയാനിനെയും നയനേനെയാണ് കേട്ടോ. രണ്ടുപേരും ഭയങ്കരമായിട്ടും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പം നയന ചോദിക്കുകയാണ്, എന്താ അമ്മ വിളിക്കാത്ത ഇതുവരെയായിട്ടും, ഫ്ലൈറ്റ് കയറേണ്ട സമയമൊക്കെ ആയല്ലോ, എന്തുകൊണ്ടാണ് വിളിക്കാത്തതെന്നാവോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇവർ പരസ്പരം അങ്ങോട്ടോട് പറയാണ്. മോള് മുത്തശ്ശനെ എങ്ങാനും കണ്ടിരുന്നോ? ഞാൻ മുത്തശ്ശൻ്റെ അടുത്ത് പോയി അമ്മേ, പക്ഷെ മുത്തശ്ശനാണെങ്കിൽ അതിനേക്കാട്ടിലും ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുകയാണ്, ഒന്നും മിണ്ടുന്നില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അപ്പോഴാണ് അജയനും ജയനും കൂടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നത്. അപ്പം ഇവരെ കണ്ടപ്പോൾ ഇവർ ചോദിച്ചു, എന്തായി, എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞോ? അപ്പം ജയനും പറഞ്ഞു, നിങ്ങളപ്പോൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ, അച്ഛൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? അപ്പോൾ ഒന്നും പറഞ്ഞില്ല. എന്തായാലും ആ ഡീല് നമുക്ക് നഷ്ടപ്പെട്ടു.
അയ്യോ ഇത് കേൾക്കുമ്പോഴേക്കും നയനിയാണെങ്കിലും ദേവയാനിയാണെങ്കിലും ആകെ സങ്കടപ്പെട്ട് ഭയങ്കരമായിട്ടും വിഷമിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ് കേട്ടോ. എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു.